നമസ്കാരം. പുതിയ കാലത്തെ ജെൻസി കുട്ടികളുടെ ഒരു പ്രതികരണം ഓൺലൈൻ മാധ്യമം കൊടുത്ത് കാണുകയാണ്. നിങ്ങൾ കൂടി കാണണം. കാര്യം കേരളത്തിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിണറായി സർക്കാരിനെ കുറിച്ചും കഴിഞ്ഞ 10 വർഷത്തെ ഭരണ മികവിന് അല്ലെങ്കിൽ ഭരണ നേട്ടത്തെക്കുറിച്ചൊക്കെ ജനം മറന്നുപോയി, ജനം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നിടത്ത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്ത് വസ്തുതകൾ മനസ്സിലാക്കുന്ന യുവത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു 10 വർഷം അനുഭവങ്ങളുടെ വർഷമാണല്ലോ. അതിനു മുന്നോടിയായിട്ട് ഒരു സർക്കാർ ഉണ്ടായിരുന്നു. അന്ന് എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥയെന്നും ഇപ്പോൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ആ 10 വർഷത്തിൽ കേരളം കണ്ട മാറ്റം എന്താണെന്നും രാജ്യത്ത് ഭരിക്കുന്ന ഒരു ഭരണാധികാരിയും കേരളത്തിൽ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയുന്ന ആ പ്രതികരണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പോലും ഇന്നത്തെ കാലഘട്ടത്തിലെ സാമൂഹ്യ ബോധം എന്താണെന്ന് തെളിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് LDF 3.0 അത് അപ്രസക്തമാക്കാൻ വേണ്ടി കേരളത്തിലെ സകലമാന വിഷപ്പാമ്പുകൾ ഒന്നിച്ച് രാപ്പകലില്ലാതെ പണിയെടുക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ എന്നതിന്റെ തെളിവാണ് ഈ കേൾക്കുന്ന പ്രതികരണം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുക? എന്ത് ചോദിക്കാന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്ത് ചോദിക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇന്ത്യ ഭരിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. കുറച്ചുകൂടി നല്ല രീതിയിൽ ഇപ്പൊ ഭരിക്കുന്ന മോശം എന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ മോശമായിട്ട് ഉള്ള രീതിയിലാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തു പറയാൻ വേണ്ടി ആൾക്കാരെ സാധാരണ നമ്മൾ ഒന്നിച്ച് നിർത്തുക, ഒരു യൂണിറ്റിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും. കാസ്റ്റിൻ്റെയൊക്കെ പേരിൽ നല്ല ഡിസ്ക്രിമിനേഷനൊക്കെ വരുത്തുന്നുണ്ട് മെയിനായിട്ട്. അതെല്ലാവരും മനുഷ്യരായിട്ട് കണ്ടുകൂടെ? ഇങ്ങനെ ഒരു വേർതിരിവിൻ്റെ കാര്യമുണ്ടോ? വേർതിരിവാണ് അദ്ദേഹം കാണിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേർതിരിവാണ് കാണിക്കുന്നത്. സെയിം ഒപ്പീനിയൻ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ സാറിനെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടി. സാറിനോട് നിങ്ങൾ എന്താ പറയുക, എന്താ ചോദിക്കുക? ഞാനിപ്പോൾ എനിക്കാണെങ്കിൽ പിണറായി വിജയൻ സാറിൻ്റെ അടുത്ത് ഒരു ഹ്യൂജ് റെസ്പെക്റ്റ് ഉണ്ട്. കാരണം പുള്ളിയുടെ ആ ഒരു ടൈം പീരീഡ് ആണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ പുള്ളി ഫേസ് ചെയ്ത് അതിനെ ഹാൻഡിൽ ചെയ്ത് ഇപ്പം നമ്മുടെ കേരളം തന്നെ അത്യാവശ്യം എന്താ പറയാൻ വേണ്ടി എല്ലാത്തിൻ്റെ മുന്നിൽ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. കേരളത്തിന് അതിൻ്റെതായ വിലയുണ്ട്. അതൊക്കെ പുള്ളി വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയതെന്നാണ് വിശ്വസിക്കുന്നത്. എടാ, ഞാൻ തന്നെ ഓവർടേക്കുകയും പറയുന്നില്ല, പക്ഷേ നരേന്ദ്രമോദിജി വന്നതിന് ശേഷമല്ലേ കേരളം ഇന്ത്യ നമ്പർ 1 എത്തിയത്? ഒരിക്കലും ഇല്ല. ഞാൻ അതിന് കേരളത്തെക്കുറിച്ചുള്ള അഭിപ്രായവും രാജ്യത്തുള്ള ഭരണാധികാരിയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത്. കേരളത്തിന് ഇന്നിപ്പോ ലോകത്തെവിടെയും പോയാൽ ഒരു വലിയ പേരുണ്ട്. അത് മുന്നേ പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ പഴയ കാലം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അല്ല. കേരളത്തിന് കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റം എന്താണെന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെ പരതിയാലും ആഗോളതലത്തിൽ നിങ്ങൾക്ക് എവിടെ പോയാലും കേരളം പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇന്ന് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കും. അവിടെ പഴയതുപോലുള്ള പ്രചരണങ്ങൾ അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ നാടിൻ്റെ തന്നെ ഡീഗ്രേഡ് പോയിന്റുകൾ, ഈ നാട് നന്നാകരുത്, ഈ നാട് മുന്നോട്ട് പോകരുതെന്ന് ആഗ്രഹിച്ച് വിദേശത്ത് പലയിടങ്ങളിലും പോയി ഈ നാടിനെ കുറിച്ച് അവിടുത്തെ സുരക്ഷിത വലയങ്ങളിലിരുന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ കേരളത്തെ പിന്നോട്ടടിക്കാൻ ശ്രമിച്ചിരുന്നവരെ കൂടി മറികടന്നുകൊണ്ട് ബഹുദൂരം നമ്മൾ മുന്നിലേക്ക് പോയിരിക്കുകയാണ്. ആ മുന്നിലേക്ക് പോകാൻ കാരണം ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയാണ്. ഇവിടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നില്ല. ഇവിടെ ജനങ്ങൾക്കിടയിൽ ജാതി മത ചിന്തകളില്ല. ഈ നാടിന്റെ പുരോഗമനം, ഈ നാടിന്റെ വരുംകാല തലമുറയ്ക്ക് വേണ്ടി എന്തെല്ലാം നമ്മൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും, അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അവരുടെ ചിന്തകൾക്കനുസരിച്ച് ഈ രാജ്യത്തിന് മുന്നേ നടന്ന് അവർക്കിവിടെ അഭിമാനപൂർവ്വം എൻ്റെ നാട് കേരളമെന്ന് അഭിമാനപൂർവ്വം പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്? അത് പുതിയ തലമുറ തിരിച്ചറിയുന്നുണ്ട്. ഈ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്നതോ അല്ലെങ്കിൽ ഇതുവരെ തലയ്ക്കകത്ത് വെളിച്ചം കയറാത്തതോ മതം തലയ്ക്ക് പിടിച്ച് കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് ഈ നാടിന്റെ പുരോഗമനത്തിന് വേണ്ടി ഒരു സർക്കാർ എടുത്ത എഫോർട്ടിനെ തള്ളിപ്പറയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പീസ്ഫുൾ ലൈഫ് അല്ലെങ്കിൽ സമാധാനപരമായ ജീവിതം, ജാതി മതങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ വർഗീയ കലാപങ്ങൾക്കപ്പുറം മനുഷ്യരെല്ലാം ഒന്നായി ജീവിക്കുന്ന ഒരിടമാക്കി കേരളത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആ നാടിന് പുതിയ കാലഘട്ടത്തിൽ വേണ്ട വികസനങ്ങൾ എന്താണോ അതെല്ലാം എത്തിക്കാൻ പരമാവധി ശ്രമിച്ചു എന്നുള്ളത് ഈ സർക്കാരിന്റെ നേട്ടമാണെന്ന് പുതിയ തലമുറ, അതായത് ഡിജിറ്റൽ കാലഘട്ടത്തിലെ കുട്ടികൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ആ പെൺകുട്ടികളുടെ പ്രതികരണത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് ഇടതുപക്ഷം 3ാം സർക്കാർ വരില്ല എന്ന് ആവർത്തിച്ചവർ ഉറക്കെ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർക്കുള്ളിൽ നെഗറ്റീവ് ബിൽഡ് ചെയ്യാനാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന
മനുഷ്യർക്കിടയിൽ, കാര്യങ്ങളെ വിലയിരുത്തുന്ന മനുഷ്യർക്കിടയിലെല്ലാം എന്തുകൊണ്ട് ഇടതുപക്ഷം മൂന്നാം വട്ടം ഭരണമെന്നതിന് ആ കുട്ടികളുടെ വാക്കുകളിൽ കൃത്യമായ ഉത്തരമുണ്ട്.